ഞാൻ ജെയ്പിനോട് ഒരു 5 മിനിറ്റ് സംസാരിച്ച്. പിന്നെ എന്താ പറയുക, ആ റൂമിൽ കയറി മൈൻഡ് സെറ്റിലല്ല ഞാൻ തിരിച്ചു വരുമുണ്ടായത്. എന്താ പറയുക, കംപ്ലീറ്റ്ലി ഞാൻ എന്താ പറയുക ഇഷ്ടപ്പെട്ടു ഇവിടെ. ജെയിൻ്റെ 2 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറേ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് തന്നെ ജെയ്ക്ക് വേണ്ടിയിട്ട് നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഹായ്, എൻ്റെ പേര് മുഹമ്മദ് അൻസ് അൻസാരി. ഞാൻ വരുന്നത് കണ്ണൂരിൽ നിന്നാണ്. എൻ്റെ ഇപ്രാവശ്യം സ്കോർ 671 ആണ്. അപ്പോൾ ഈ ഒരു മാർക്കിലെത്താൻ എന്നെ സഹായിച്ചത് എന്തായാലും ഡോക്ടർ JPC തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ആദ്യം ഞാൻ റിപ്പീറ്റ് ചെയ്ത് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് 2023 എനിക്ക് 546 സ്കോർ ഉണ്ടായി. പക്ഷേ അത് കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യാൻ എന്തായാലും താല്പര്യം ഉണ്ടായിന്. അപ്പോൾ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് പോകാൻ അത്ര ആ സ്കോളർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മാർക്ക് ഉണ്ടായില്ല. പിന്നെ എനിക്ക് JPCന് ഉമ്മയും ഉപ്പയിലോ ഇങ്ങനെ യൂട്യൂബിൽ നല്ല അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ അവരെന്നോട് സജസ്റ്റ് ചെയ്ത് JPC ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ കുറച്ച് പിള്ളേരേ ഉള്ളൂ. അപ്പോൾ അതിൽ തന്നെ നല്ല ഇതുണ്ട്, സ്കോറുണ്ട്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു താല്പര്യം ഉണ്ടായില്ല. പിന്നെയെന്ന് വെച്ചാൽ വീട്ടുകാർ പറയുമ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ ഞാനങ്ങനെ വന്ന്. പക്ഷെ എന്നിട്ട് ഇവിടെ എത്തിയിട്ട് എനിക്ക് വലിയൊരു താല്പര്യം ഉണ്ടായില്ല. അങ്ങനെ ഞാൻ തിരിച്ചു പോകുമ്പോൾ ഉമ്മയും ഉപ്പയും പറഞ്ഞ് എന്തായാലും ഇടം വരെ എത്തില്ല, ഒന്ന് JPനെ കണ്ടിട്ട് വരാം. അങ്ങനെ ഓക്കെ, ഇടം വരെ എത്തി, നമുക്ക് JPനെ കണ്ടിട്ട് വരാമെന്ന് വെച്ചാൽ ഞാൻ JPനോട് ഒരു 5 മിനിറ്റ് സംസാരിച്ച്. പിന്നെ എന്താ പറയുക, ആ റൂമിൽ കയറി മൈൻഡ് സെറ്റിലല്ല ഞാൻ തിരിച്ചു വരുമുണ്ടായത്. എന്താ പറയുക, കംപ്ലീറ്റ്ലി ഞാൻ എന്താ പറയുക ഇഷ്ടപ്പെട്ടു ഇവിടെ. പിന്നെ ഇവിടെ ജോയിൻ ചെയ്ത് ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് എനിക്ക് എന്താ പറയുക മടുപ്പ് തോന്നി. പിന്നെ വീട്ടിൽ പോയി 2 ദിവസമായിട്ട് എന്താ പറയുക പൊരക്കാരോട് സംസാരിച്ച് അങ്ങനെ ആദ്യം റെഡിയായി. ഇവിടെ വന്നിട്ട് എന്താ പറയുക, ആദ്യം നോർമൽ ബാച്ചിൽ കയറ്റി. അപ്പോൾ എനിക്ക് സംഭവം കണ്ടൻറ് അറിയാം. അങ്ങനെയല്ല, ഏകദേശം കണ്ടൻറ് അറിയാം. പക്ഷെ നോർമൽ ബാച്ച് എന്ന് വെച്ചാൽ തുടക്കം ഇങ്ങനെ പഠിപ്പിക്കലാണ്. പക്ഷെ എനിക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്ന മിസ്റ്റേക്സിന് തിരുത്താൻ വേണ്ടിയിട്ട് എനിക്ക് ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്തത്. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ JP ഒരു സ്പീഡ് ബാച്ച് കയറ്റി. സ്പീഡ് ബാച്ച് എന്ന് വെച്ചാൽ എന്താ പറയുക, ഒക്ടോബർ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ പാഠങ്ങളെല്ലാം കഴിയും. പിന്നെ നവംബർ ഡിസംബർ ഒരു RDX 1 എന്ന് പറയുന്ന എക്സാം ഉണ്ടായി. അപ്പോൾ ആ എക്സാം വെച്ചാൽ ഒരു ദിവസം എക്സാം ഉണ്ടാവും. ആ ഒരു ദിവസം എന്താ പറയുക 4 പാഠം വെച്ചിട്ട് എക്സാം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒരു ലീവ്, അങ്ങനെ 1 ഡേ ഗ്യാപ്പ് വെച്ചിട്ട് എന്താ പറയുക എക്സാം ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ആ ഒരു RDX ഡിസംബർ ആകുമ്പോഴത്തേക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത എക്സാം വന്നത് വെച്ചാൽ ജനുവരി മുതൽ എന്താ പറയുക നീറ്റിൻ്റെ 2-3 ദിവസം മുമ്പ് വരെ ഒറ്റ സ്ട്രെച്ചിലൊരു എക്സാം ഉണ്ടായി. അപ്പോൾ ഇത്രയും എക്സാമാണ് തന്നെ എന്താ പറയുക ഈ ഒരു സ്കോറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്താ പറയുക ഹെൽപ്പ് ചെയ്തത്. പിന്നെ എന്താ പറയുക, ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ എന്താ പറയുക ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഫിസിക്സ് ഞാൻ മെയിനായിട്ട് എന്താ പറയുക ജെയിൻ്റെ 2 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറേ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് തന്നെ ജെയ്ക്ക് വേണ്ടിയിട്ട് നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ജെയ്ക്ക് കുഴപ്പമില്ലാത്തൊരു 98.45 അങ്ങനത്തെ ഒരു സ്കോർ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഒരു കോൺഫിഡൻസിന് വേണ്ടി ഞാൻ എക്സാം എഴുതിയതാണ്. പക്ഷേ ഈ സ്കോറിലെത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അങ്ങനെ എന്താ പറയുക ഫിസിക്സും കെമിസ്ട്രിയും ഞാൻ ജെയിൻ്റെ 2 കൊല്ലത്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബയോളജി എന്ന് വെച്ചാൽ എല്ലാവരും എന്താ പറയുക ഇങ്ങനെ ഇരുന്ന് വായിക്കുക. എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോഴത്തെ എന്താ പറയുക സ്കെഡ്യൂൾ. ഇപ്പോൾ കുറേ ആൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ സ്റ്റഡി പ്ലാൻ എന്ന് വെച്ചാൽ എന്താ പറയുക ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഫിസിക്സിന് ഒരു വട്ടം ഇങ്ങനെ ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ട് NCERT. ആ എന്താ പറയുക NCERT വായിച്ചത് ഞാൻ ഒരു ബുക്കാക്കിയിട്ട് എഴുതിയിട്ടുണ്ടായി. പിന്നെ അതുപോലെ തന്നെ ഷോർട്ട് നോട്ട് ആക്കിയിട്ടുണ്ടായിന്. പിന്നെ അതുപോലെ തന്നെ കെമിസ്ട്രി ഞാൻ ഇനോർഗാനിക് പെറുക്കി എന്താ പറയുക ടെക്സ്റ്റ് NCERT നല്ലോണം ബയോളജി വായിക്കുന്ന പോലെ തന്നെ NCERT അങ്ങനെ തന്നെ വായിച്ച് ഒരു നോട്ടാക്കിയിട്ടുണ്ടായിന്. ഇനോർഗാനിക് അതുപോലെ തന്നെ സാറുമാരുടെ നോട്ട് പ്ലസ് എന്താ പറയുക NCERT കീ പോയിൻറ്റ്സ്. പിന്നെ അതുപോലെ തന്നെ ഫിസിക്കൽ കെമിസ്ട്രി, ഫിസിക്സ് പോലെ തന്നെ ഷോർട്ട് നോട്ടെല്ലാം ആക്കി കൺസെപ്റ്റിന് തിരിഞ്ഞ് അങ്ങനെയാണ് എൻ്റെ ഒരു സ്റ്റഡി പ്ലാനായിട്ടുണ്ടായത്. പിന്നെ പറയുക വെച്ചാൽ എന്താ പറയുക ലാസ്റ്റ് തൊട്ട് എന്താ പറയുക ഇങ്ങനെ നമ്മൾ നവംബർ മുതലേ എക്സാം തുടങ്ങിയല്ലേ, എന്തായാലും ഒരു ചടപ്പിലുണ്ടാവില്ല. അപ്പോൾ ലാസ്റ്റ് എക്സാമിൻ്റെ എന്താ പറയുക ജെയിൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ നീറ്റിൻ്റെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് എനിക്കെന്തോ നീറ്റ് വേണ്ട, ജെയിൻ്റെ എന്താ പറയുക ജെയിൻ്റെ ഈ ഒരു മാർക്ക് ചിലപ്പോൾ നല്ല കോളേജ് കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിട്ട് ഞാൻ വിചാരിച്ചു മതി ജെയ്ക്ക് പോവുക, അങ്ങനത്തെ ഒരു മൈൻഡ് ഉണ്ടായി. അപ്പോൾ ഞാൻ എന്താ പറയുക ആ സമയത്ത് മൊത്തം പഠിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ വീട്ടുകാരോട് സംസാരിച്ച്
ഉമ്മ ഉപ്പ JP പിന്നെ എൻ്റെ ക്ലാസ്മേറ്റ്സ് അവരോട് സംസാരിച്ച് അങ്ങനെ ലാസ്റ്റ് തൊട്ട് എന്താ കുറച്ചും കൂടി ഒന്ന് ട്രാക്കിലേക്ക് വന്നതാണ്. അല്ലേ എന്താ പറയുക, ലാസ്റ്റ് ആ ഒരു ഹെൽപ്പ് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇത്ര സ്കോർ ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ എനിക്ക് അടുത്ത 2025 നീറ്റ് ചെയ്യുന്ന പിള്ളേരോട് പറയാമെന്ന് വെച്ചാൽ നല്ലോണം ഇരുന്ന് പഠിക്കുക, നല്ലോണം ഉറങ്ങുക, ഉറക്കിലൊരു വിട്ടുവീഴ്ചയും കൊടുക്കരുത്. ഞാൻ എന്തായാലും ഒരു 6 മണിക്കൂർ മിനിമം ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഉറങ്ങുക. പിന്നെ നമ്മളെല്ലാം വിചാരിക്കും ഒരു 15-16 മണിക്കൂറിൽ എന്തായാലും പഠിക്കണത് ഡെയിലി, എന്നാലും നീറ്റ് ക്രാക്കാവും. അങ്ങനെയൊന്നും ഒരു സാധനം ഇല്ല. പഠിക്കുന്ന സമയത്ത് വൃത്തിക്ക് പഠിക്കുക. എന്താ പറയുക, കുറേ ഡ്യൂറേഷൻ കൊടുത്ത് പഠിച്ചെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ അത് എല്ലാം എഫക്റ്റ് ചെയ്യുക. നമ്മൾ പഠിക്കുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് പഠിക്കുക, സംഭവം മനസ്സിലാക്കി പഠിക്കുക. ചില ഭാഗം നല്ല ബൈഹാർട്ടാക്കുന്നുണ്ടാവും, അതിലും ബൈഹാർട്ടാക്കി പഠിക്കുക. പിന്നെ ഇൻഷാ അല്ലാഹ് നല്ലോണം പഠിച്ചാൽ എന്തായാലും നല്ല കോളേജ് കിട്ടും ഇൻഷാ അല്ലാഹ്.